ഹലോ, ഞാൻ ഡോക്ടർ ജിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കർക്കിടക മാസമൊക്കെയാണ്. എല്ലാവരും കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞിയൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു സമയമായിരിക്കും. കർക്കിടക ചികിത്സ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. എടുക്കുന്ന നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. കർക്കിടക ചികിത്സ ആയുർവേദ ചികിത്സ തന്നെയാണ്. കർക്കിടക മാസത്തിൽ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നതല്ല. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി കർക്കിടക ചികിത്സ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും കുറേ പേർക്ക്. എങ്ങനെ നമുക്ക് ശരീര സംരക്ഷണം ഈ ഒരു മാസം ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ്. ഇനി കർക്കിടക മാസത്തിൽ ആഹാര രീതി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ശരീര സംരക്ഷണത്തിൽ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഒന്നെന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ, അതുപോലെ തന്നെ പയറുപൊടി, കടലപ്പൊടി. കസ്തൂരി മഞ്ഞൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ മഞ്ഞളായാലും കുറച്ച് അളവ് കുറച്ചിട്ട് വേണം ഇടാനായിട്ട്. സോ ഇത് നിങ്ങൾക്ക് പൊടിയായിട്ട് യൂസ് ചെയ്തിട്ട് തേച്ച് കുളിക്കുന്ന സമയത്ത് തേച്ച് കുളിക്കാം സോപ്പിന് പകരം. ഈ ഒരു മാസം മൊത്തം നിങ്ങൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ തുടയ്ക്കുക ബോഡി. നിങ്ങൾ ഈർപ്പം നിൽക്കാൻ കൊടുക്കരുത്. കക്ഷം, മടക്ക്, ആ ഒരു ഭാഗങ്ങൾ, കൈ, കാല് ഇവയെല്ലാം നല്ല പോലെ തുടയ്ക്കുക. അത് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ അല്ല, നോർമൽ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും നിങ്ങൾക്ക് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഇനി നല്ല മോയ്സ്ചറൈസർ ക്രീമൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ സ്കിൻ, ഓയിലി ആയിട്ടുള്ളവർ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും കുറച്ചും കൂടെ ഡ്രൈ സ്കിന്നും നോർമൽ സ്കിൻ ആയിട്ടുള്ളവർക്കാണ് ഇത് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കേശ സംരക്ഷണം, മുഖ സംരക്ഷണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ശരീര സംരക്ഷണത്തിൽ കൈകൾക്കും കാലുകൾക്കും ഇന്നത്തെ കാലത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ തന്നെയാണ്. ഒരുപാട് പേര് പെഡിക്യൂർ, മാനിക്യൂർ ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത്തരം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നഖം ക്ലീൻ ആക്കി വെക്കുക. ത്രിഫല ചൂർണം, ത്രിഫല വാങ്ങിക്കാൻ കിട്ടും. കടുക്ക, താനിക്ക, നെല്ലിക്കയാണ് ഇവയുടെ പൊടിയാണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. അത് കഷായം വെച്ചിട്ട് നിങ്ങൾക്ക് കാലുകൾ കഴുകാവുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യണം എന്നില്ല, ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾക്ക് ചെയ്യാം. സോ ത്രിഫല ചൂർണം വെച്ചിട്ട് കാലുകൾ കഴുകാം. അതുപോലെ തന്നെ വേറൊരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ത്രിഫല ചൂർണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മഞ്ഞളും ഉപ്പും അതും മതിയാകും. സോ അത് നിങ്ങൾ വച്ചിട്ട് കാലുകൾ ഒരു ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾ ക്ലീൻ ചെയ്യുക. സോ നിങ്ങൾ മഞ്ഞളും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ കാലുകളുടെ ആ ഒരു ഭംഗി കുറച്ചും കൂടെ ഒന്ന് കൂടും. ഇനി ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സമയത്ത് ഭക്ഷണ രീതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നിങ്ങൾ ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം വേണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ജീരകം, കുരുമുളക്, ഇഞ്ചി ഇവയൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾ, അയമോദകം ഇവയൊക്കെ നിങ്ങൾക്ക് ആഹാര രീതിയിൽ ഈ ഒരു മാസം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദഹനശക്തി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു സമയത്ത് ദഹന ശക്തി ഭയങ്കര കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ജീരകം, ഇഞ്ചി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ദഹനശക്തി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കർക്കിടക കഞ്ഞി എല്ലാവർക്കും അറിയായിരിക്കും. മരുന്ന് കഞ്ഞി, കർക്കിടക കഞ്ഞി എന്നൊക്കെ വിളിക്കുന്നത്, അത് നിങ്ങൾക്ക് ഈ ഒരു മാസം കഴിക്കാം. ഈ കർക്കിടക കഞ്ഞി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കർക്കിടക കഞ്ഞിയിലെ ജീരകം, ഇഞ്ചി, കുരുമുളക് ഇവയൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. സോ ഈ കർക്കിടക കഞ്ഞിയിലുള്ള സാധനങ്ങൾ ഇവ തന്നെയാണ്. ഉലുവ ഇവയൊക്കെയാണ് ഈ ഒരു കർക്കിടക കഞ്ഞിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കർക്കിടക കഞ്ഞിയായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം ജീരകം, ഇഞ്ചി, ഉലുവ ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് 2 രീതി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ആഹാരം ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ വേണം ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ദുകാന്ത കഷായം, അതുപോലെ തന്നെ ചവനപ്രാശം പോലുള്ള ആയുർവേദ മരുന്നുകൾ അവൈലബിൾ ആണ്. അത് ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. ഇന്ദുകാന്ത കഷായം പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അതുപോലെ ചവനപ്രാശം ഒരുപാട് പേർക്ക് ഇപ്പോൾ അറിയായിരിക്കും. നെല്ലിക്ക ലേഹ്യം പോലുള്ള കാര്യങ്ങൾ, ചവനപ്രാശം ഇത് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ ഇവ ഈ ഒരു മാസം ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ മൈൻഡ് ഒന്ന്
ക്ലിയർ ആവാനും നമ്മൾ ശരീരമൊക്കെ ഓക്കെ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും. സോ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ യോഗ, എക്സസൈസ്, മെഡിറ്റേഷനൊക്കെ ചെയ്യാവുന്നതാണ്. ചുമ, പനി, അങ്ങനെ ശരീരം വേദന, സഹിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്കറിയാവുന്ന മരുന്നൊക്കെ കഴിച്ച് വീട്ടിലിരിക്കരുത്. സോ ഇന്നത്തെ കാലാവസ്ഥയുടെ ആ ഒരു മാറ്റമൊക്കെ നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സോ പനി, ചുമ, ശരീരവേദന ഇത് സാധാരണയായിട്ട് എനിക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. 2-3 ദിവസം കഴിഞ്ഞിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാണുക. ഇനി വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ചായക്കും കാപ്പിക്കും ഒക്കെ പകരമായിട്ട് തുളസിയും ഇഞ്ചിയും ഇട്ട ചായ കുടിക്കാവുന്നതാണ്. അത് കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. സോ ആരോഗ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കണം ഈ ഒരു മാസം എന്നുള്ളവർക്ക് ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബോഡിക്ക് വേണ്ടിയിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എണ്ണ തേച്ച് കുളി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കർക്കിടക ചികിത്സ, അഭ്യംഗം പോലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ പറ്റാത്തവർക്ക് വീട്ടിൽ എണ്ണ തേച്ച് കുളി ചെയ്യാവുന്നതാണ്. കോമൺ ആയിട്ട് നമുക്ക് വെളിച്ചെണ്ണ പ്രിഫർ ചെയ്യാം. അല്ലാണ്ട് മരുന്ന് എണ്ണകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധന്വന്തരം, മുറിവെണ്ണ അതും ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇനി മരുന്ന് എണ്ണ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാം. അല്ലെങ്കിൽ ധന്വന്തരം, മുറിവെണ്ണ പോലുള്ള എണ്ണകൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. എണ്ണ തേച്ച് കുളി ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഞവര ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫേസിന് എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വേണം, ഫേസിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഈ ഒരു മാസം എന്നാഗ്രഹമുള്ളവർക്ക് ഞവര ഉപയോഗിക്കാവുന്നതാണ്. ഞവര എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഞവര പാക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ചും കൂടെ ഇതെന്ന് പറയുന്നത് ഞവര വേവിച്ചിട്ട് കിഴി പോലെ ആക്കണം. ചെറിയൊരു കിഴി പോലെ ആക്കിയിട്ട് പാലിൽ മുക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയിൽ വേണം ഞവര അരി പൊതിഞ്ഞെടുക്കാനായിട്ട്. വേവിച്ചതിന് ശേഷം അത് വേവിച്ച് ചെറിയ പോലെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് നിങ്ങൾക്ക് ഫേസിലും അതുപോലെ ബോഡിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊരു തരം ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്. സോ എണ്ണ തേച്ച് കുളി നിങ്ങൾക്ക് ചെയ്യാം, ഞവര ആ ഒരു ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഹെയറിന് പാക്കായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാക്കൊക്കെ ഇടുന്നവർ ശ്രദ്ധിക്കുക. നീരിറക്കമുള്ളവർ ഒരുപാട് നേരം ഒന്നും വച്ചിരിക്കരുത്. അല്ല നിങ്ങൾക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ ചേർത്തിട്ട് പാക്ക് പോലെ അതും ഉപയോഗിക്കാവുന്നതാണ്. ചെമ്പരത്തിയുടെ താളി നല്ലതാണ്. ഉലുവ പാക്ക്, അങ്ങനെ കുറേ പാക്കൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. എങ്കിലും അത്തരം പാക്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അത് ഈ ഒരു മാസം ഹെയറിന് അപ്ലൈ ചെയ്യാം. സോ ഇതാണ് ശരീര സംരക്ഷണത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത്. സോ കർക്കിടക മാസത്തിൽ ശരീര സംരക്ഷണം കർക്കിടക ചികിത്സ എടുത്തത് കൊണ്ട് മാത്രമല്ല നമുക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ കർക്കിടക ചികിത്സ എടുക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. ശരിയായിട്ടുള്ള അഭ്യംഗം, ശിരോധാര, കിഴി, ഇലക്കിഴി, പൊടിക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റ്, വിരേചനം, നസ്യം, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കർക്കിടക ചികിത്സ ആയുർവേദ ചികിത്സയിൽ ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും അതൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് ഇത്തരം വീട്ടിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അഭ്യംഗത്തിന് നിങ്ങൾക്ക് എണ്ണ തേച്ച് കുളിയൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്